സംസ്ഥാന പാതയിൽ എടപ്പാൾ കാളച്ചാലിൽ മണ്ണുമാന്തി യന്ത്രത്തിന്റെ ഡ്രൈവറെ കാർ യാത്രക്കാർ സംഘം ചേർന്ന് മർദ്ദിച്ചു. സമീപത്തെ നിരീക്ഷണ ക്യാമറയിൽ പതിഞ്ഞ ദൃശ്യങ്ങൾ കേന്ദ്രീകരിച്ച് ചങ്ങരകുളം പോലീസ് അന്വേഷണവും ആരംഭിച്ചു. പരിക്കേറ്റ ഡ്രൈവർ പൊന്നാനി നെയ്തലൂർ സ്വദേശി ശ്രീകുമാർ എടപ്പാളിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലാണ്. എടപ്പാൾ കാലടിത്തറയിൽ വെച്ചാണ് സംഭവം. വാഹനത്തിൽ കാറ്റ് നിറയ്ക്കാൻ കാലടിത്തറയിലുള്ള ടയർ വർക്ക് സ്ഥാപനത്തിലേക്ക് പ്രധാന പാതയിൽ നിന്നും തിരിക്കുകയായിരുന്നു ഡ്രൈവർ ശ്രീകുമാർ. ഇതിനിടെ എതിരെ വന്ന കാർ മണ്ണുമാന്തി യന്ത്രത്തിന് മുന്നിൽ നിർത്തി. ആദ്യമിറങ്ങിയയാൾ വഴക്കു പറയുകയും പിന്നാലെ മറ്റൊരു യാത്രക്കാരൻ വാഹനത്തിൽ കയറി മർദ്ദിക്കുകയായിരുന്നുവെന്നാണ് ശ്രീകുമാർ പറയുന്നത്. ടയർ ഭയങ്കരമായിട്ട് പോവുകയായിരുന്നു. റൈറ്റ് സൈഡ് ഇൻഡിക്കേറ്റർ ഇട്ട് സിഗ്നൽ കൊടുത്ത് ബാക്കിലുള്ള വാഹനങ്ങൾക്കൊക്കെ സിഗ്നൽ ഇട്ട് നേരെ ടയർ കട്ടറിൻ്റെ അവിടെ കൊണ്ട് സൈഡാക്കുന്ന സമയത്ത് ഒരു താറ് നേരെ വന്ന് മുന്നിൽ നിർത്തിയിട്ട് ഇറങ്ങി വന്നിട്ട് വണ്ടിയിലോട്ട് കയറിയിട്ട് അടിച്ചു. എന്തിനെന്നെ അടിക്കണമെന്ന് പോലും മനസ്സിലായില്ല. മർദ്ദനത്തിന് ശേഷം ഇരുവരും വാഹനം ഓടിച്ചുപോയി. ശ്രീകുമാർ ഓടിക്കുന്ന വാഹനം പ്രധാന പാതയിൽ നിന്നും തിരിയുന്നതും സമീപത്ത് കാർ വന്നു നിൽക്കുന്നതും മർദ്ദിക്കുന്നതും സമീപത്തെ നിരീക്ഷണ ക്യാമറയിൽ പതിഞ്ഞിട്ടുണ്ട്. പരിക്കേറ്റ ഡ്രൈവർ നെയ്തലൂർ സ്വദേശി ശ്രീകുമാർ എടപ്പാളിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സ തേടി. നിരീക്ഷണ ക്യാമറ ദൃശ്യങ്ങൾ കേന്ദ്രീകരിച്ച് ചങ്ങരകുളം പോലീസ് അന്വേഷണം ആരംഭിച്ചു. മലബാർ ടൈംസ്, എടപ്പാൾ. പുതുമാറ്റങ്ങളോടെ പുതുമോടിയിൽ അണിഞ്ഞൊരുങ്ങി സൻഹ സിൽക്സ് വളാഞ്ചേരി. പുതിയ സ്റ്റോക്കുകൾ ഒരുക്കി ഈ ഫെസ്റ്റിവൽ സീസണെ വരവേൽക്കാൻ സൻഹയിലേക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു. സൻഹ സിൽക്സ് വളാഞ്ചേരി.